ഇന്റർനെറ്റ് ഒരു ദിവസം ഇത് ലോകത്തിൽ നിശ്ചലമായാൽ ലോകം ഇരുട്ടിലാകും. വൈദ്യുതി ഇല്ലെങ്കിലും പിടിച്ചു നിൽക്കാം. പക്ഷെ ഇന്റർനെറ്റ് നിലച്ചു പോയാൽ ഇന്ന് ലോകം നിശ്ചലമാകുന്ന അവസ്ഥയിലാണ് കാണുന്നത്. കാരണം ലോകം മുഴുവൻ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഇന്റർനെറ്റ് വഴിയാണ്. ഇന്ന് ഓരോ മനുഷ്യന്റെ ജീവിതം മുന്നോട്ട് ചലിക്കുന്നത് തന്നെ ഈ ഇന്റർനെറ്റ് വഴിയാണ്. ആഴക്കടലിൽ അടിയിലൂടെയുള്ള നേർത്ത ഒപ്റ്റിക്കൽ ഫൈബറുകളാൽ ഉണ്ടാക്കിയ ഒരു ആഗോള നെറ്റ്, പ്രകാശ വേഗത്തിലാണ് ഇന്റർനെറ്റ് പ്രവർത്തിക്കുന്നത്. ലോകത്തിലെ ഏത് കോണിലും ടെലികമ്മ്യൂണിക്കേഷൻ സിഗ്നലുകൾ പാഞ്ഞെത്തും. ആ സിഗ്നലുകളാണ് നമ്മുടെ അരികിൽ നൊടിയടിയിൽ യൂട്യൂബ് വീഡിയോസ് ആയിട്ടും വീഡിയോ കോളുകളായും വാട്സപ്പ് സന്ദേശങ്ങളായും എല്ലാം പ്രത്യക്ഷപ്പെടാറുള്ളത്. ആയിരക്കണക്കിന് കിലോമീറ്റർ നീളം വരുന്ന ഫൈബർ ഓപ്റ്റിക്കൽ കേബിളുകൾ കടലിൽ വ്യാപിച്ചു കിടക്കുന്നു. പ്രത്യേക കപ്പലുകളിലാണ് ഇവ കടലിനടിയിൽ സ്ഥാപിക്കുന്നത് തന്നെ. ലോകരാജ്യങ്ങളെ ഈ ഫൈബറുകൾ കടലിനടിയിലൂടെ ബന്ധിപ്പിക്കുന്ന നിസ്സാരമുള്ള ഒരു കാര്യമല്ല. അത്രയും പ്രയാസകരമായിട്ടുള്ള ഒരു ദൗത്യം തന്നെയാണത്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഈ കേബിളുകളിൽ തകരാറുകൾ സംഭവിച്ചു എന്ന് പറഞ്ഞ വാർത്തകൾ വരുന്നുണ്ട്. തായ്വാൻ കോസ്റ്റ് ഗാർഡ് ചൈനീസ് കാർഗോ ഷിപ്പിനെയും അതിലെ ക്രൂസിനെയും അറസ്റ്റ് ചെയ്യുന്നുണ്ട്. കൂടുതൽ അന്വേഷണത്തിൽ ഇന്റർനെറ്റ് കേബിളുകളിൽ ഡെലിബറേറ്റ്ലി കട്ട് ചെയ്തതാണെന്ന് കണ്ടെത്തുന്നു. കൂടുതൽ വിശദമാക്കാം. ഐ എം സ്വാതി. വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ്. ഇതൊരു ആദ്യത്തെ സംഭവമല്ല ചൈനയിൽ നിന്ന് ഉണ്ടാകുന്നത്. തായ്വാൻ കടലിനടിയിലെ ഇന്റർനെറ്റ് കേബിളുകൾക്ക് തുടർച്ചയായിട്ട് തകരാറുകൾ സംഭവിക്കാറുള്ളത് പതിവാണ്. ചൈനയായിരുന്നു എന്ന് നിരീക്ഷണത്തിന് മുൾമുനയിൽ ഉണ്ടായിരുന്നത്. പലവട്ടം ബീജിംഗ് ഇക്കാര്യം നിഷേധിച്ചെങ്കിലും ഇനി അതിന് സാധിക്കില്ല. കാരണം ടെലികമ്മ്യൂണിക്കേഷൻ നിശ്ചലമാക്കാൻ ശേഷിയുള്ള ശക്തമായ ആഴക്കടൽ കേബിൾ കട്ടിംഗ് ഡിവൈസ് ചൈനയുടെ പക്കലുണ്ട്. ഇത് ചൈന തന്നെ സാക്ഷ്യം വരുത്തിയ ഒന്നാണ്. സൗത്ത് ചൈനയിലെ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തത് 13,120 അടി വരെ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു കേബിൾ കട്ടിംഗ് ഡിവൈസ് ചൈന വികസിപ്പിച്ചെടുത്തു എന്നുള്ളതാണ്. എന്തുകൊണ്ടാകും ഇങ്ങനെ ഒരു നീക്കം ചൈനയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്? കാരണം ശത്രു രാജ്യത്തെ നിശ്ചലമാക്കാനുള്ള ഒരു യുദ്ധതന്ത്രമായിട്ട് ഇതിനെ കാണാം. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് തായ്വാൻ ചൈന പ്രശ്നം എന്താണെന്നുള്ളത്. സദേൺ ചൈനയുടെ കടലിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തെക്കാളും വളരെ ചെറുതായ ഒരു ഐലൻഡ് ആണ് തായ്വാൻ. ചൈന കാലങ്ങളായി ഈ ഐലൻഡിന് വേണ്ടിയിട്ട് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അതിനെതിരായി നിൽക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക സാമ്പത്തിക ആണവ ശക്തിയായ അമേരിക്ക. ഈ തായ്വാന് വേണ്ടി ചൈനയും അമേരിക്കയും കൊമ്പ് കോർക്കാൻ തക്കമുള്ള, അല്ലെങ്കിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള കാരണം വരെ ആവുകയാണ് ഇപ്പോൾ. ചൈനയിൽ നിന്നും 160 കിലോമീറ്റർ അപ്പുറമായി സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് ഈ തായ്വാൻ. തായ്വാനെ കുറിച്ച് പറഞ്ഞാൽ അതൊരു സ്വതന്ത്ര രാജ്യമാണ്. സ്വന്തമായി ഭരണഘടനയുള്ള എലക്ഷൻ നടത്തി ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന ഒരു സ്വതന്ത്ര രാജ്യമാണ്. പക്ഷേ ചൈന ഒരിക്കലും അംഗീകരിക്കാത്ത ഒന്നാണ് തായ്വാൻ ഒരു സ്വതന്ത്ര രാജ്യമാണ് എന്നുള്ളത്. അതുപോലെ ചൈന അവകാശവാദം ഉന്നയിക്കുന്നതിനുള്ള ഒരു കാരണം 17ാം നൂറ്റാണ്ടിൽ ചൈനയുടെ ഭാഗമായിരുന്നു ഈ പറയുന്ന തായ്വാൻ. എന്നാൽ 1895 ചൈന ജപ്പാൻ യുദ്ധത്തിനൊടുവിൽ ചൈന പരാജയപ്പെടുകയും ചൈനയിൽ നിന്നും തായ്വാൻ ജപ്പാനിന്റെ ഭാഗമാവുകയും ചെയ്തു. എന്നാൽ 1945 രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായത്. ആ സമയത്ത് അമേരിക്ക ജപ്പാന് നേരെ വിക്ഷേപിച്ച അണുവായുധത്തിനൊടുവിൽ ജപ്പാൻ പരാജയപ്പെടുകയും ജപ്പാൻ പിടിച്ചുവെച്ച പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളും അതാത് രാജ്യങ്ങൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. അങ്ങനെ വീണ്ടും തായ്വാൻ എന്ത് സംഭവിച്ചു? ചൈനയുടെ ഭാഗമാവുകയും ചെയ്തു. എന്നാൽ ചൈനയിൽ ആഭ്യന്തര യുദ്ധം നടന്ന സമയത്ത്, അതായത് ദേശീയവാദികളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിലുണ്ടായ യുദ്ധത്തിൽ ചൈനയുടെ അധികാരം കമ്മ്യൂണിസ്റ്റുകൾ പിടിച്ചെടുക്കുന്നുണ്ടല്ലോ. അങ്ങനെ ആധുനിക ചൈന ഉണ്ടാവുകയാണ് ചെയ്തത്. ഈ ഒരു സമയത്ത് കമ്മ്യൂണിസ്റ്റുകളോട് പരാജയപ്പെട്ട ദേശീയവാദികൾ തായ്വാനിലേക്ക് പലായനം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള ദേശീയവാദികളുടെ പലായനം മൂലം ചൈനയ്ക്ക് അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ വരികയാണ്. അങ്ങനെയാണ് തായ്വാൻ അവിടെ സ്വന്തമായി ഒരു രാജ്യം സ്ഥാപിക്കുകയും ഒരു ഭരണം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ പട്ടാള ഭരണം കൊണ്ടുവരികയൊക്കെ ചെയ്തത്. ആധുനിക ചൈന എന്നാൽ തായ്വാൻ അവരുടേതാണെന്ന് വാദിക്കുകയും ചെയ്തു. അതിനുവേണ്ടി പോരാടാനുള്ള സൈനിക ശക്തി എന്നാൽ ചൈനയ്ക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ കാലങ്ങൾക്കിപ്പുറം ചൈന വളർന്നു, അതുപോലെ തന്നെ തായ്വാനും വളർന്നു. ഇന്നിപ്പോൾ ചൈനയ്ക്ക് തായ്വാനെ മാത്രമല്ല ലോകം മുഴുവൻ കീഴടക്കാനുള്ള ശക്തിയുണ്ട്. മറ്റു ലോകരാഷ്ട്രങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ചൈന 50 വർഷം മുൻപിൽ തന്നെയാകും. അത്രമാത്രം വികസിച്ചു കഴിഞ്ഞു, വളർന്നു കഴിഞ്ഞു ചൈന. ഇപ്പോൾ
ഈ ഒരു ദുനിയാവിൽ ചൈനയുമായി കിടപിടിക്കാൻ ശേഷിയുള്ള ഒരേ ഒരു രാജ്യം അമേരിക്ക മാത്രമായിരിക്കും. തായ്വാന് സ്വാതന്ത്ര്യം അനുവദിക്കില്ല എന്ന് ആവർത്തിച്ചുകൊണ്ട് പലതവണ ചൈന മുന്നിട്ട് വന്നിട്ടുണ്ട്. തായ്വാനെ വളഞ്ഞുകൊണ്ടുള്ള സൈനിക അഭ്യാസം നടത്തിയിരുന്നു ചൈന. അങ്ങനെ എത്ര മാത്രം തായ്വാനെ സംഘർഷത്തിലാക്കാമോ അതെല്ലാം ചൈന ചെയ്തുകൊണ്ടിരുന്നു. ചൈനയുടെ ഈ ഒരു നീക്കമാണ് അമേരിക്കയെ തായ്വാനൊപ്പം നിൽക്കാനുള്ള കാരണം. ആ ബലമുള്ളത് കൊണ്ട് തന്നെ, അമേരിക്കയുടെ ആ ബലം ഉള്ളത് കൊണ്ടാണ് ചൈന തായ്വാനിൽ കയറി ആക്രമിക്കാത്തത്. എന്നാൽ അതിനു പകരം പല രീതിയിൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ ചൈന ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഒരു മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കവും ചൈനയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ചൈനയുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ തായ്വാന് മാത്രമല്ല പേടിക്കാനുള്ളത്, എല്ലാ ലോക രാജ്യങ്ങളും കരുതിയിരിക്കുന്നത് നല്ലത് തന്നെയാണ്. സംസാരിക്കാൻ പറ്റുന്നില്ല, ശ്വാസം മുട്ടുന്നു.